ഹേ ഗായ്സ്, അപ്പൊ നമ്മളിന്ന് വെഡിങ്ങിന് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് ഒരുപാടും കിട്ടിയിട്ടില്ല, പക്ഷെ കിട്ടിയതൊക്കെ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, സ്പെഷ്യലാണ്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. അത് വീഡിയോ. ഇത് തന്നിരിക്കുന്നത് അമ്മയുടെ അംഗനവാടിയിലെ അബ്രു എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് കേട്ടാ. അബ്രു നമുക്ക് അൺബോക്സ് ചെയ്യാം. സെറ്റാണ് നോക്കട്ടെ. സൂപ്പർ. 6 വരുന്നത് സെറ്റാണ്. നെക്സ്റ്റ് നമുക്കിത് നോക്കാം. ഇത് മ്യൂസിയം ഡിഫറെൻ്റ് ഇതെന്താ ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വെയിറ്റ് കുറവാണ്, ഒന്നും ഐഡിയ. സൂപ്പർ ആണല്ലോ. സേവ് ദ ഡേറ്റ് നമ്മുടെ പ്രീ വെഡിങ് ഷൂട്ടിന്റെ ഒരു ഫോട്ടോ ആണ്. 2 ഫോട്ടോസ് അപ്പുറം 2 സൈഡും വേറെ വേറെ ഫോട്ടോസ് വെച്ചിട്ട് ലൈറ്റ് അല്ലേ, ലൈറ്റ് ഉണ്ടോ? ലൈറ്റ് ഉണ്ടല്ലോ അത് ഇവിടെ വരുമ്പോ. സൂപ്പർ. ബാറ്ററി കിട്ടും നമുക്ക്. ലൈറ്റ് നമുക്ക് ലൈറ്റ് സെറ്റ് ആക്കാം. ഇത് വിശ്വാസം കണ്ടുപിട്ടോ കേട്ടോ. ഇത് തുറക്കാതെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ക്രാഫ്റ്റ് വർക്ക് ആയിട്ട് സ്വയം ചെയ്താൽ മതില്ലേ, സെറ്റ് ആയിട്ട്. നമ്മുടെ പ്രീ വെഡിങ് ഷൂട്ടിന്റെ ഒരു പിക്ക് വെച്ചിട്ട് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി. നെക്സ്റ്റ് ഇതെന്താ ഒരു കിളിക്കൊക്കെ ഉണ്ടല്ലോ, രസമുണ്ടോ? ഓക്കെ, ശരി. പേരൊന്നുമില്ല, പേരൊന്നുമില്ല കേട്ടോ. ചുരിദാർ ചുരിദാർ കേട്ടാ സെക്ഷനൊക്കെ മറ്റേ സൂപ്പർ അടിപൊളി. ആരാ പേരൊന്നും ബോക്സിൽ ഇല്ല കേട്ടോ. ആരായാലും ഇഷ്ടപ്പെട്ട അടിപൊളിയായിട്ടുണ്ട്. എന്ത് കുറിപ്പട്ട ബോട്ടം ഭയങ്കര സിമ്പിളാണ്. നെക്സ്റ്റ് വിഷ്വലൊക്കെ വീണ്ടും ചുരിദാർ ഗായ്സ്. ഇത് കളർ വീഡിയോയിൽ അത്ര ക്ലിയർ ആവില്ല. ഇതൊരു ബ്രൗൺ, ലൈറ്റ് കോഫി ബ്രൗൺ കളറാണ്. സിമ്പിൾ ആയിട്ടുള്ള ചുരിദാർ. ബോട്ടം ദുപ്പട്ട സൂപ്പർ. നെക്സ്റ്റ് പിന്നെ സംശയിക്കാൻ നല്ല ഫ്രെയിമായിട്ട് ഓപ്പൺ ചെയ്തു.
ആരാധന പേരുണ്ടായിരുന്നോ? പേരില്ല കേട്ടോ, പേരുണ്ടായിരുന്നില്ല. ആരാണെന്ന് ഐഡിയ. ജാസ്മിയോ, ജാസ്മിൻ, ജാസ്മിന്റെ ഫ്രണ്ടാണ് കേട്ടോ. പ്ലസ് ടു ഉണ്ടായിരുന്നത് മെഹന്തി. മെഹന്തി കോൺ ഹെന്നാക്കോൺ ഞാൻ അവളുടെയാണ് വായിച്ചത്. അടിപൊളി ഹെന്നാക്കോണായിരുന്നു കേട്ടോ. അപ്പൊ ഇത് അവളുടെ ഗിഫ്റ്റാണ്. ക്ലിയർ ആവുക, അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറും മിക്സ് ചെയ്തിട്ട് again we have frame. ഇത് സെയിം സാധനം കിട്ടിയിട്ട് കൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് തന്നിട്ടുണ്ട് സ്നേഹ. അത് അവള് കല്യാണത്തിന്റെ തലേദിവസം വീട്ടിൽ വന്നപ്പോൾ തന്നിട്ടുണ്ടായി. അത് ഇതേ സെയിം ഏകദേശം അങ്ങനത്തെ ഒരു ഫ്രെയിം തന്നെയാണ്. ഞാൻ വേണ്ടി ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇത് ഇതാരും തന്നൊന്നും എഴുതിയിട്ടില്ല. ഇത് നമ്മുടെ പ്രീ വെഡിങ് ഷൂട്ടിന് ഫോട്ടോ ആണ് കേട്ടോ. സൂപ്പർ. Again frame guys. ഇതൊക്കെ മനസ്സിലായി. ഇത് ശ്രീഷ്മ. ശ്രീഷ്മന്യാണ് കവറില്. പക്ഷെ ശ്രീഷ്മന്യാണെന്ന് എനിക്ക് തോന്നുന്നത്. അവള് പിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സെയിം സാധനം. അപ്പൊ എനിക്ക് തോന്നി ഇത് നമ്മുടെ നോർമലി ഈ ഒരു പിക്ക് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത സമയത്താണ് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു പിക്ക്. അപ്പൊ അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ വിചാരിച്ച എല്ലാവരും പ്രീ വെഡിങ്ങിന്റെ ആയിരുന്നു. ഇപ്പൊ ഇതൊരു വെറൈറ്റി ആയിട്ട് വേറൊരു സംഭവം. നെക്സ്റ്റ് വീണ്ടും ഫ്രെയിമാണ്. വേറെ തന്നിട്ടുള്ളത് ഷഫ്ന, അമ്മയുടെ അംഗൻവാടിയിലെ കുട്ടിയാണ് കേട്ടോ. നമ്മുടെ ഷൂട്ടിന്റെ പ്രീ വെഡിങ് ഷൂട്ടിന്റെ നെക്സ്റ്റ് സ്നേഹപൂർവ്വം റിജിലാത്ത വന്നാണ് കേട്ടാ. ആളിന്റെ സൂപ്പർ സീനിയർ ആയിരുന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നമ്മള് വളരെ കുറച്ച് ആൾക്കാരായിട്ട് കോണ്ടാക്ട് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരാളാണ് കേട്ടോ റിജിലാത്ത. ഇപ്പോഴും അടിപൊളിയായിട്ട് കോണ്ടാക്ട് ഉണ്ട് കേട്ടോ. അവിടെ വെഡിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായി വന്നപ്പോൾ. മോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രീ വെഡിങ്ങിന്റെ ഫ്രെയിം അടിപൊളി. പിന്നെ ഇതിങ്ങനെ ഓൾറെഡി പൊളിച്ച്, കാരണം സ്റ്റേജിൽ വന്ന് ക്രഷ് തന്ന സമയത്ത് നമ്മളപ്പോ തന്നെ പൊളിച്ചു വെക്കില്ലായിട്ടാ. ഇത് നമുക്ക് കല്യാണത്തിന് അന്നെ കല്യാണത്തിന് ഫോട്ടോ കിട്ടുന്നത് ഭയങ്കര സ്പെഷ്യലാണല്ലോ. അപ്പൊ അങ്ങനെ കിട്ടിയതാണ് കേട്ടാ. സിദ്ധാർത്ഥായിട്ട് നമ്മുടെ ക്യാമറാമാൻ ചേട്ടൻ അവളുടെ നെയ്ബറാണ്. അപ്പോ അറിയുന്ന ആളായതുകൊണ്ട് തന്നെ ആള് ഫോട്ടോ ഒക്കെ സെറ്റാക്കി കൊടുത്തു. നമുക്ക് സർപ്രൈസ് ആയിട്ട് സ്റ്റേജിൽ വന്നിട്ട് തന്നതാണ് കേട്ടത്. ഈ ഫ്രെയിം അടിപൊളിയായിട്ട് ചെയ്തോന്നുണ്ട് കേട്ടാ. സൂപ്പർ. നെക്സ്റ്റ് വേറൊരു ഫ്രെയിം ഫസ്റ്റ് നെയിം ജസ്റ്റ് നെയിം കൂടെ വന്നിട്ടുള്ളതാണ് കേട്ടോ. അത് വെള്ളാഞ്ചേരി എന്റെ വീടിന്റെ അടുത്തുള്ള ആണ്. ജസ്റ്റിന് സത്യം പറഞ്ഞാൽ എന്റെ കൂടെ പഠിച്ചിട്ടില്ല. എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ് ജസ്റ്റിന്. ആക്ച്വലി ഫസ്റ്റിന്റെ കൂടെ പഠിച്ചിട്ടുണ്ട് പ്ലസ് ടുവിന്. അപ്പോ അത് രണ്ടിനും കൂടെ വന്നാണ് കേട്ടത്. ഇതൊരു ഇങ്ങനത്തെ സാധനം തീരെ കിട്ടിയില്ല കേട്ടോ. പക്ഷെ അല്ല ഇതില് അടിപൊളി മൊത്തത്തിൽ വെക്കാൻ പറ്റിയതില്ലേ, സെറ്റായിട്ട് വെറൈറ്റി ആയിട്ട്. ഇത് വരച്ച പ്രീ വെഡിങ്ങിന്റെ നമ്മുടെ ഫോട്ടോസിന്റെ ഇതാണ് നമ്മളുടെ പേരൊന്നും വേണ്ടിയിട്ടില്ലേ ഗേൾസ്. ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റില് അവസാനത്തെ പിക്ക് മാത്രം കളറില്. സെറ്റ് കളറാന്നറിയില്ല, ഏത് കൂടെ വയ്ക്കേണ്ട കാര്യങ്ങളുണ്ടാവും. അടിപൊളിയായിട്ട് നമ്മുടെ സേവ്ക്ക് മഴയാണ് ഫ്രെയിംസില്. അടിപൊളിയായിട്ടുണ്ട്. ഇത് A3 ഫ്രെയിം ആണ് കേട്ടോ. ലാസ്റ്റ് ഫ്രെയിമാണ്. അല്ല, 2 ഫ്രെയിം കൂടി ഇത്.
നമുക്കൊരു ഇതില്ലേ വിഷ്ണുവിനെ കണ്ടുണ്ടല്ലേ ആരാന്നറിയില്ല ഇവിടെ കൊടുത്തിട്ടില്ല. ഇത് ഇങ്ങനെ ഒരു ഈ ഒരു ഇതുണ്ടാവും. മറ്റേതൊക്കെ ഇങ്ങനെ കുത്താനായിരുന്നു. ഇതൊരു ലാൻഡ്സ്കേപ്പ് അല്ലേ ഇത് പിന്നെ നമ്മുടെ കൊല്ലത്തുള്ള ആരുടെ ഫ്രണ്ടിലെ അത് വേറെ പാറു പാറു നന്നായിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിരുന്നു. അത് കുഴപ്പമില്ല. നമുക്കത് ചില്ലി മാറ്റണം. ഇല്ല അറിയാനൊന്നുമില്ല, പക്ഷെ നമുക്ക് മാറ്റണം. അതൊന്നെന്തോ തിരക്കിന്റെ ഇടയിൽ നിൽക്കണം. അടിപൊളിയാണ്. നമുക്ക് കല്യാണത്തിന്റെ അന്ന് കല്യാണത്തിന്റെ കോസ്റ്റ്യൂമിൽ രണ്ടെണ്ണമായിരിക്കും. ഒന്ന് ക്രഷ് ചെയ്തതുകൊണ്ട് പാറുന്നത് അടിപൊളിയായിട്ട് കേൾക്കാം. നമ്മുടെ താലിയിട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങിയ സമയത്തല്ലേ ഇത് ഒരു വെറൈറ്റി സാധനമായിട്ടില്ല. ഇത് കൃഷ്ണന്റെ കമ്പനിയുടെ കമ്പനിയാണ്. ഇതൊരു ഗ്ലാസ്സിൽ ചെയ്തിട്ടുള്ള സംഭവമാണ് കേട്ടോ. സ്പേസ് എന്ന് പറഞ്ഞ കമ്പനിക്ക് തന്നിട്ടുള്ളതാണ്. അടിപൊളിയായിട്ടുണ്ട്. അധികം വെയിറ്റ് ഇല്ല, വെയിറ്റ്ലെസ് ആണ്. പക്ഷെ കാണുമ്പോ അല്ല. പിന്നെ മിസ് ഉണ്ടല്ലേ കാഡ് സെന്ററിലെ നവാസാറും ആഗ്രഹസും വന്നതാണ്. അടിപൊളിയായിട്ട് ഇതിനൊരു ഫോട്ടോ സെറ്റ് ചെയ്യാനുണ്ട്. സ്വിം ചെയ്യാനുണ്ട്. ക്യൂട്ടായിട്ടുള്ള ഡേറ്റ്. അത്രയും ഗിഫ്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാണ്ട് കുറച്ച് റൂമിലും കുറച്ച് ബാക്കിയുള്ളടത്തൊക്കെ സെറ്റ് ചെയ്യുമെന്ന് വിചാരിക്കും. അപ്പോൾ ഭയങ്കര സന്തോഷമായി. എല്ലാവർക്കും കല്യാണത്തിന് വന്നതും ഭയങ്കര പ്രഷ്യസ് ആയിട്ട് തോന്നി. എല്ലാവരുടെയും ഗിഫ്റ്റ് അടിപൊളിയായിട്ട് ഇഷ്ടമായി. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.